എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കരിക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരു പായസം ഉണ്ടാക്കി നോക്കുക. കരിക്ക് വെച്ചിട്ടുള്ള ഒരു പായസമാണ് ഇതൊക്കെ നമ്മൾ റെസിപ്പി. നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പെരുന്നാളിനൊക്കെ ഡെസേർട്ടായിട്ടൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഞാനിവിടെ 2 കരിക്കിൻ്റെ കാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് നേരത്തതല്ല, കുറച്ച് കട്ടിയുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സ് ചെയ്ത ജാറിലേക്ക് നമ്മൾ കരിക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 കപ്പ് കരിക്ക് വെള്ളമാണിത്. ഇത് ഞാൻ 1/2 കപ്പ് ഇപ്പോൾ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ആവശ്യാനുസരണം നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് ഒഴിച്ചു, അരച്ചെടുത്ത് വീണ്ടും ഒഴിച്ചിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. അത് നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം. ഈ പാലൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു പായസം ഉണ്ടാക്കാൻ. സാധാരണ പായസം ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ്. ഈ ഒരു പാലൊന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. ബാക്കി എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പായസം റെഡിയായി. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു തവണ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതേ ഉണ്ടാക്കുള്ളൂ. അത്രയും ടേസ്റ്റ്. നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാവും ഇത് കഴിക്കുന്ന സമയത്ത്. അപ്പം നമ്മളെ പാല് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാട കെട്ടാണ്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് പാലൊന്ന് തിളയ്ക്കുക. നമ്മൾ സാധാരണ തിളപ്പിക്കുന്ന അത്രയും തിളപ്പിച്ചാൽ മതി. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. മൂടി വെക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് പാട കെട്ടും. ഈ പാല് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർക്കാം. പക്ഷേ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക. ഇപ്പം ഞാൻ ആ ഒരു ടിന്നിൽ പകുതിയോളം ഞാൻ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ ആ ഒരു 400 ml മിൽക്ക് മെയ്ഡാണ്, അതിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്തത്. മിൽക്ക് മെയ്ഡും ചേർത്തു. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കരിക്കും ചേർക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓണാക്കാം. ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് തിളച്ചു പോകാനേ പാടില്ല. ചെറുതായിട്ടൊരു ചൂട് വേണം. അതിനുള്ള ആ ഒരു ഫ്ലെയിമിൽ വേണം നിങ്ങളിത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തു, അതുപോലെ അരച്ച കരിക്ക് ചേർത്തു. അതിലേക്ക് നമ്മൾ 2 ഏലക്ക നമ്മൾ പൊടിച്ചിട്ടൊന്നല്ല ഞാൻ ചേർക്കുന്നത്. 2 ഏലക്ക ഒന്ന് അതിൻ്റെ തോലൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കരിക്ക് അരിഞ്ഞതും കൂടെ ചേർത്ത് വെക്കാം. അപ്പം നിങ്ങൾ കരിക്ക് എടുക്കുമ്പോൾ കുറച്ച് മാറ്റി വെക്കാതെ തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. അതാകുമ്പോൾ നമ്മൾ പായസം കുടിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് ചൂടാകുമ്പോൾ പെട്ടെന്ന് കട്ടിയാവും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് തീ ചെറുതായിട്ടൊന്ന് കത്തിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് ഇത് തിളപ്പിക്കുന്നത്. തിളപ്പിക്കാൻ പാടില്ല, ഒന്ന് ചൂടാക്കിയെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഇത് നന്നായി ചൂടായി. ആ ഒരു പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് തീ ഓഫ് ചെയ്ത് കൊടുത്ത് തണുക്കാനായിട്ട് വെക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് തിളപ്പിക്കേണ്ട. അപ്പം ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ആവി ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ചൂടായിട്ട്. അപ്പം നിങ്ങൾ ഈ മധുരമൊക്കെ കറക്റ്റാണോ നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മധുരമായി നമുക്ക് കഴിക്കാൻ പറ്റില്ല. തീ ഓഫ് ചെയ്തു. ഇനി കംപ്ലീറ്റ് കൂളായതിനു ശേഷം നമ്മൾ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 2 മണിക്കൂർ തണുപ്പിക്കാൻ വെക്കുക. അതിനുശേഷം കഴിക്കാം. ഒരുപാട് സമയം തണുപ്പിക്കേണ്ട. 2 മണിക്കൂറൊക്കെ വെക്കുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് തണുത്ത് കിട്ടും. അതിനുശേഷം സെർവ് ചെയ്ത് കഴിച്ചാൽ മതി. അടിപൊളിയാണ്. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുക. വീട്ടിൽ തെങ്ങൊക്കെ ഉള്ളവർക്ക് ഈസി ആയിരിക്കും. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുക ചെയ്യുന്നത്. നമ്മളിപ്പോൾ കരിക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഉള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ഉണ്ടാക്കുക ചെയ്യാം. അപ്പം വീട്ടിൽ തെങ്ങൊക്കെ ഉള്ളവർക്ക് ആവശ്യാനുസരണം പറിച്ച് ഉണ്ടാക്കാമല്ലോ. അപ്പം നമ്മൾ ബൗളിലേക്ക് സെർവ് ചെയ്തു. അതിനുശേഷം ഞാൻ കുറച്ച് ഗ്രേറ്റഡ് നമ്മളെ കരിക്കും കൂടെ ചേർക്കുന്നുണ്ട്, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി. പിന്നെ ഒരു വൈറ്റ് കളറായിട്ട് കുറച്ച് ഭംഗി ഇരുന്നോട്ടെ 2 തെച്ചിപ്പൂ വെക്കുന്നുണ്ട്. ഒട്ടും ആവശ്യമുള്ളതെല്ലാം ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്, ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള കരിക്ക് പായസം റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്